അങ്ങനെ കാത്തിരുന്ന് നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും ഇക്കായി ഒരുമിച്ചിട്ട്. കാരണം ഞാൻ നാട്ടിലും ഇക്ക ഖത്തറിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 വർഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ നിന്നത്. ഇങ്ങനെ 1 മന്ത് ഇക്കാക്ക് ലീവ് കിട്ടുമ്പോൾ മാത്രമേ ഇക്ക വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഇക്കാൻ്റെ ചിലവ്, ഇക്കാൻ്റെ ഗിഫ്റ്റാണ്, അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം വന്നു. ഇപ്പോൾ ഖത്തറിലുള്ള എല്ലാവർക്കും ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഖത്തറിലെ സെൽവ ബീച്ച് റിസോർട്ടാണ്. സംഭവം നല്ല രസമാണ്, അടിപൊളി സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, ഇഷ്ടം പോലെ ടൈം എടുത്ത് കണ്ടു തീർക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോയതിൽ എനിക്ക് ഇനിയും പോകാൻ ആഗ്രഹമുള്ള, ഇനിയും കാണാൻ അവിടെ ഒന്നും കൂടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ അനുബന്ധിച്ച് തന്നെ നല്ല പൂളുണ്ട്. അതേപോലെ തന്നെ ബീച്ച് സൈഡിലാണ് ഈ റിസോർട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, അതിനൊപ്പം തന്നെ നമുക്കൊരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യാത്തവർക്ക് 1 ഡേ നമ്മൾ ടിക്കറ്റ് എടുത്ത്, എനിക്കൊന്ന് 100 റിയാലാണെന്ന് തോന്നുന്നു എൻ്റെ റേറ്റ്, എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ 100 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ഡേ നമുക്ക് തീം പാർക്കിലേക്ക്, വാട്ടർ തീം പാർക്കിലേക്കുള്ള ആക്സസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ റൂമും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെന്ന ദിവസത്തെ വാട്ടർ തീം പാർക്ക് ആക്സസും ഉണ്ട്. പിന്നെ അന്ന് നൈറ്റ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമല്ലോ. പിറ്റേ ദിവസം നമുക്ക് റൂമിൽ നിന്ന് 12 മണിയാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ചെക്കൗട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സസ് ഉണ്ട്. 7:30, 8 o'clock വരെ നമുക്കവിടെ ആക്സസ് ഉണ്ട്. നമുക്ക് അവിടെ എല്ലാ സ്ഥലങ്ങളും കണ്ട് പൂളിലൊക്കെ ഇറങ്ങി അതേപോലെ തന്നെ തീം പാർക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പോയാൽ മതി. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ തീം പാർക്കിൻ്റെ ആക്സസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 8 മണി 8:30 ആകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ പോയാൽ നമുക്കൊരു ബാൻഡൊക്കെ തരും അവർ. നമ്മൾ ഈ ബാൻഡൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ച് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ നമുക്ക് പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടൈമിന് കുറച്ച് നേരത്തെ ഇറങ്ങുക. കാരണം എല്ലാ കാര്യവും ഇച്ചിരി മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് നമുക്ക് ആ ഒരു ഹോൾ ഡേ നമുക്ക് കിട്ടും. അതുകൊണ്ട് താമസിച്ച് പോകാതിരിക്കുക. ടൈം പഞ്ച്വലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലവും കൃത്യമായിട്ട് കണ്ട് കറക്റ്റ് സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനും ബാക്കിയുള്ള പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നേരത്തെ എത്താൻ ശ്രമിക്കുക പരമാവധി. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ രീതി. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഈ പൂളിൻ്റെ ആ ഏരിയ ഒക്കെയാണ്. ഇവിടെ കൂടുതലുള്ളത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഈ ലാൻഡ് റൈഡും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഈ സ്ലൈഡ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ്, പിന്നെ ഈ വാട്ടർ വേപ്പ് പൂൾ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. സംഭവം എനിക്ക് പറയാനാണെങ്കിൽ എൻ്റെ പേരും കാര്യങ്ങളും ഇപ്പോൾ റൈഡുകൾക്കൊക്കെ ഓരോ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ബീച്ച് സൈഡിൽ സൺസെറ്റിൻ്റെ ടൈമിൽ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ പോയി നിന്നു. ഇത് കൂടാണ്ട് ഈ വാട്ടർ തീം പാർക്ക് കൂടാതെ റിസോർട്ടിൻ്റെ ആയിട്ട് വേറെ തന്നെ പൂളുണ്ട് കേട്ടോ. അത് നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ ഇറങ്ങാം. അവരെഴുതി വെച്ചിട്ടുണ്ട് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് ആഫ്റ്റർ 8:30. ഞങ്ങൾ 10 മണിക്കൊക്കെ ഇറങ്ങിയായിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. കാരണം നമ്മുടെ ഓൺ റിസ്കിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ലൈഫ് ഗാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ വാട്ടർ തീം പാർക്കിൻ്റെ കാര്യമല്ല പറയുന്നത്. സെൽവ ബീച്ച് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വേറെ നല്ല പൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് 8:30 ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയായപ്പോൾ ഞങ്ങളെ കണ്ടിട്ടാന്ന് തോന്നുന്നു സെക്യൂരിറ്റി വന്നിട്ട് പൂളിൽ ലൈറ്റൊക്കെ ഓഫാക്കി കളഞ്ഞു. അങ്ങനെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊരു പേടിയോടെ ആട്ടോ ഇറങ്ങിയത്. എന്തൊക്കെയാണെങ്കിലും നല്ല രസമുള്ള സ്ഥലം. ഒന്നും കൂടെ ഇനിയും പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് റൂം എടുത്ത് നിൽക്കുക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് സമയം കഴിയട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ എൻട്രി സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ പോളിത്തീൻ ടൈപ്പ് ഡ്രസ്സായിരിക്കും നല്ലത്. ഈ കോട്ടൺ ടൈപ്പ് ആണെങ്കിൽ അവർ ചിലപ്പോൾ ഇറങ്ങാൻ സമ്മതിക്കൂല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അതിന് പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ലോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ബാഗ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫോണും നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിൽ വെച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന പൂളിൻ്റെ സൈഡിൽ വെച്ചാലും ഓക്കെയാണ്. ആരും എടുത്തുകൊണ്ടൊന്നും പോവില്ല. അത്രയും സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഖത്തർ സൂപ്പറാട്ടോ. ആരും ഒന്നും നമ്മൾ എവിടെ വെച്ചിട്ട് പോയാലും ആരും ഒന്നും എടുത്തുകൊണ്ട് പോവില്ല. അങ്ങനെ ആട്ടോ എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള. കാരണം അത്രയും സേഫ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ലോക്കർ എടുത്തു. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിറ്റേ ദിവസം അന്നേരം ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ പൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ബാഗൊക്കെ കയ്യിലിരിക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായ ഓക്കെയാണ് ഇവിടെ എല്ലാം ധൈര്യമായിട്ട് വെക്കാന്നുള്ളൊരു ഇത് വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം
ഞങ്ങളുടെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. ബാഗും പിന്നെ സൺക്രീം, തോർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയ്യിലെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഒരു ലോക്കർ എടുത്ത് അതിന് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ തീം പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിനൊന്നും നിന്നില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ, പാക്ക്ഡ് ഫുഡൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പെപ്സിയും അതേപോലെ തന്നെ ലേസ്, അങ്ങനെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അതൊക്കെ തന്നെ ഞങ്ങളിങ്ങനെ കഴിച്ചു. ഇടയ്ക്ക് ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അവിടെ പോയി അവിടുന്ന് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. ഇതിപ്പോൾ സ്ലൈഡ്, മറ്റേ കോബ്ര സ്ലൈഡിൽ പോയതാണ്. സൂപ്പറായിട്ട് ഞാൻ ഒരു വട്ടം പോയി, എനിക്ക് നന്നായിട്ട് തല ഇറങ്ങി. പിന്നെ ഞാൻ ആ വഴിക്കുന്നില്ല. ഞാൻ പേടിച്ചു കേട്ടോ. ഫസ്റ്റ് ഒരു വട്ടം എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഭയങ്കര കയ്യും കാലൊക്കെ വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത്ര ഹൈറ്റ് നാട്ടോ ഇതിങ്ങനെ അവർ തള്ളി ഇങ്ങോട്ട് വിടുന്ന. ചിക്ക ഒരു 5-6 വട്ടം പോയി. ചിക്കനെ ഞാൻ സമ്മതിച്ചു. ഭയങ്കര ധൈര്യമാണ്. പിന്നെ ഞങ്ങൾ നൈറ്റ് ഞങ്ങളവിടെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഗൈഡ് ആൾക്കാർ ഇങ്ങനത്തെ ഈ വണ്ടിയിൽ ഞങ്ങൾ അവിടെ ഫുള്ള് വില്ലകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോയി. എന്നൊരു ഏക്കർ കണക്ക് സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ഏക്കർ കണക്ക് സ്ഥലത്താട്ടോ ഇതിങ്ങനെ കിടക്കുന്നത്. കണ്ടു, നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം. നല്ല ഭംഗിയാണ്. ഒരു രക്ഷയില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് ഹൈജീനായിട്ടാണ് ഇവരുടെ ഓരോ സ്ഥലവും കിടക്കുന്നത്. ഇപ്പം നമുക്കൊരു ഡേർട്ടായിട്ട് ഒരു സാധനം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റൂല. അത്ര ഹൈജീനാണ്. ഇതിപ്പോൾ റിസോർട്ട്, നിങ്ങൾ വിചാരിക്കും റിസോർട്ട് ഏരിയ ആയതുകൊണ്ടല്ലേ, അങ്ങനെ ഒന്നല്ല കേട്ടോ. എല്ലാ സ്ഥലവും, ഖത്തറിൻ്റെ എല്ലാ പരിസരവും, ഒട്ടുമിക്ക പരിസരവും, 3/4 ഭാഗം വേണ്ട, ഞാൻ കണ്ട എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു വൃത്തിയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര രസമായിരിക്കും നമ്മുടെ നാടൊക്കെ കാണാൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കാരണം ഒരു നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈജീനാണ്. കാരണം അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം എനിക്കിപ്പോൾ അത്രയും വിശദീകരിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ എത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ സ്ഥലങ്ങളും നല്ല ഹൈജീനായിട്ട് സൂക്ഷിച്ചാൽ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാർക്കിൻ്റെ ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നിറച്ചും പുല്ലൊക്കെ പിടിച്ച് എവിടെ പാമ്പ് കാണും, എവിടെ എന്ത് കാണും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വാഷ്റൂം ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ നാട്ടിലെ മിക്ക പാർക്കുകളിലും അതേപോലെ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നും വൃത്തി ഉണ്ടാവില്ല. ഉണ്ടാവും, പക്ഷെ മെയിൻറ്റെയിൻസ് എവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളെല്ലാം പൈസ കൊടുത്ത് ഉണ്ടാക്കി ഇടാറേ ഉള്ളൂ. പക്ഷെ ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അത് മാത്രമേ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ പുറത്തൊരു നാടും നമ്മുടെ നാടും തമ്മിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹൈജീൻ്റെ കാര്യത്തിൽ നല്ല പിന്നോട്ടാണ്. അപ്പം ഞാനൊരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊന്നും നന്നാവാനൊന്നും പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനിങ്ങനെ കാട് കയറി അങ്ങ് പോയതാട്ടോ. കാരണം വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ടാണ്. നിങ്ങളിത് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ച് എന്തെങ്കിലും അങ്ങനെ പറയാനല്ല, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞാണേ. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നാം. ഒരാൾക്കാരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് അത് തെറ്റാകാം, ശരിയാകാം. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നേക്കുന്നത്. അതെന്താട്ടെ. അപ്പോൾ ഇത് കണ്ട് ഇതിൽ ഓരോ വില്ല പോലെ നമുക്കിങ്ങനെ കാണാം, അപ്പാർട്ട്മെൻറ്റ് കണക്കെ. അവർ ഗൈഡ് പറഞ്ഞെന്താ അറിയോ, ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഈ 1 മാസം 2 മാസമൊക്കെ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത്രയും എക്സ്പെൻസീവ്, ചിലപ്പം നല്ല പൈസ ഉള്ള അറബികളൊക്കെ തന്നെയായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ഇതൊക്കെ കണ്ട് നല്ല ക്യൂരിയോസിറ്റി. പിന്നെ നമ്മൾ ഫിഫേൻ്റെ ഒക്കെ സമയത്ത് നമ്മുടെ ഫിഫ കളിക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റേ ചെയ്തത് ഇന്ന സ്ഥലത്താന്നൊക്കെ പറഞ്ഞ് അയാൾ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ പിന്നെ ആനിവേഴ്സറിൻ്റെ റൂമിൽ ചെന്നപ്പോൾ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അവരോട് നേരത്തെ പറഞ്ഞെല്ലാം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് ഉണ്ടായിരുന്നു, ചെറിയൊരു കുട്ടി കേക്ക്. അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, ഒന്നും പറയണ്ട, സൂപ്പർ കേട്ടോ. നല്ല എന്തൊക്കെ സാധനം ഉണ്ട് അവിടെ ഉള്ളതെന്ന് ഒരു നിഷ്ഠയില്ല. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിനു വേണ്ടി സാധനങ്ങൾ, അതിനു വേണ്ടി ഫുഡ്. പക്ഷെ ഇതൊക്കെ ഇത്രത്തോളം ആൾക്കാർ സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല. പക്ഷെ ഇതൊക്കെ അന്നേരം വേസ്റ്റായി പോകില്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ഫ്രൂട്ട് കട്ട്സ് ഉണ്ട്, പുഡിങ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, എന്തൊക്കെ സാധനം ഉണ്ടോ. ഞാൻ പിക്സൊക്കെ കാണിക്കാം. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ വേസ്റ്റായി പോകുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സോഴ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സെൽവയിലെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ബൈ ബൈ.